ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അർച്ചനയ്ക്ക് ജ്യൂസിലൂടെ വിഷം കലർത്തി കൊടുത്തിരിക്കുകയാണ് അനഘ. അത് മീര മുഖേന കൊടുക്കുന്നു. അവന്തികയാണ് ഇതിനെല്ലാം കാരണക്കാരിയും. ഇത് കുടിച്ചാൽ എന്തായാലും മരണം സംഭവിക്കും, അല്ലെങ്കിൽ അത്രയ്ക്ക് ആയുസുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു ജീവൻ തിരിച്ചു കിട്ടിയേക്കാം. ഈ സമയം ജ്യൂസ് അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ് മീര. അർച്ചന ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ചേച്ചിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അനഘ ചോദിച്ചപ്പോൾ ഒരു ഫ്രണ്ട് മുഖേന കിട്ടിയെന്ന് അവന്തിക പറയുന്നു. ഇത് നടക്കുന്ന കാര്യം വല്ലതുമാണോ എന്ന് അനഘ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഇത് തന്നയാൾ 100% ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംശയം വല്ല ഉണ്ടെങ്കിലേ ബാക്കി മരുന്നിരിക്കല്ലേ, എടുത്ത് ഒന്ന് കുടിച്ചു നോക്ക്. എടി, നമ്മുടെ പല പരീക്ഷണങ്ങളും തോറ്റ സ്ഥിതിക്ക് ഇത് ജയിക്കുന്ന മട്ടുണ്ട്. ഇന്നത്തോടെ അർച്ചന ഇല്ലാതാകും. അങ്ങനെ ഓരോരുത്തരെയായിട്ട് മണ്ണിനടിയിലാക്കും ഈ അവന്തിക എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് അനഘ. എന്നാൽ ഇതുവരെ അർച്ചന ആ ജ്യൂസ് കുടിച്ചിട്ടില്ല, ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ശേഷം കാണിക്കുന്നത് അർച്ചനയുടെ തകർച്ച കാണാൻ കാത്തിരിക്കുകയാണ് അവന്തികയും അനഘയും. ഇത്രയും സമയമായിട്ടും അനക്കൊന്നും കേൾക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് സേതു ഹോളിലിരുന്ന് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സ്നേഹ തൊട്ടരികിൽ ഒരു സോഫയിലിരുന്ന് ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താടി എന്ന് സേതു ചോദിച്ചപ്പോൾ സ്നേഹ ചിരിച്ചുകൊണ്ട് പറയുന്നു, ഒരു റീൽസ് കണ്ട് ചിരിച്ചതാണ് അച്ഛാ. എന്നാലേ ചിരി കഴിഞ്ഞെങ്കിലേ ചിരി മായുന്ന ഒരു കാര്യം അച്ഛൻ പറയാം. നല്ലൊരു മാട്രിമോണിയൽ സൈറ്റിൽ നിന്റെ പേരും ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് ഈ അച്ഛൻ. ഇത് കേട്ട് സ്നേഹ പറയുന്നു, അയ്യോ അച്ഛാ, ചതിക്കല്ലേ. എനിക്കിപ്പോൾ വിവാഹം ഒന്നും വേണ്ട. ഞാൻ ആദ്യം ഒരു ജോലിക്കൊക്കെ കയറി സ്വന്തം കാലിൽ ഒന്ന് നിന്നോട്ടെ, ഒരു വരുമാനം ഉണ്ടാക്കിക്കോട്ടെ. ഇത് കേട്ട് സേതു ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നന്ദൻ അവിടേക്ക് വരുന്നത്. നന്ദ, ഇവള് പറയുന്നത് കേട്ടോ, ഇവൾക്ക് ജോലി കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ട് മതി വിവാഹം ഒന്ന്. അത് കേട്ട് നന്ദനും ചിരിക്കുന്നു. സ്നേഹ പറയുന്നു, ഞാനൊരു കാര്യം നിങ്ങളോട് സീരിയസ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നീ പിന്നെ ഇങ്ങനെ തമാശ പറഞ്ഞാൽ ചിരിക്കാതെ എന്ന് സേതു പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു, അതെ നെല്ലിശ്ശേരി സേതു മാധവന്റെ മകളായ നിനക്ക് ഒരു ജോലിയും ശമ്പളവും എന്തിനാ? എന്തായാലും മിനിമം നിന്റെ 2-3 തലമുറയ്ക്ക് കഴിയാനുള്ളത് അച്ഛൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ അത് പോരെ? സേതു പറയുന്നു, എൻ്റെ മക്കൾ കഷ്ടപ്പെടാതിരിക്കാൻ പണ്ട് അച്ഛൻ കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ അനുഭവിച്ചാൽ മാത്രം മതിയെന്ന് സേതു. ഇനി നിനക്ക് ജോലി ചെയ്യണമെന്ന് അത്രയും ആഗ്രഹവും നിർബന്ധമാണെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കമ്പനിയിൽ CEO ആയിട്ട് കയറിയിരുന്നോ? ഇത് കേട്ട് സ്നേഹ പറയുന്നു, അച്ഛാ എനിക്ക് വലിയ ടെൻഷനുള്ള ജോലിയൊന്നും വേണ്ട. എനിക്ക് ഏതെങ്കിലും നല്ല ഒരു IT കമ്പനിയിൽ മാസ ശമ്പളത്തിനൊരു ജോലി മതി. IT കമ്പനി നമ്മൾ തുടങ്ങാൻ പോവുകയാണല്ലോ എന്ന് നന്ദൻ പറയുന്നു. അവിടേക്ക് അർച്ചന വന്നിട്ട് പറയുന്നു, അച്ഛനും ഏട്ടനും കൂടി എൻ്റെ കുഞ്ഞിനെ കളിയാക്കുവാണോ? ഇവള് പറയുമോ ഇവൾക്ക് ഏതെങ്കിലും IT കമ്പനിയിൽ ജോലി വേണമെന്ന്? അത് നമ്മൾ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ദേ എങ്ങനെ ഇരിക്കുന്നു എന്ന് നന്ദൻ. ഏട്ടത്തി, എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ഏട്ടത്തിക്ക് അറിയാലോ, അത് ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമോ എന്നൊക്കെ സ്നേഹ പറയുകയാണ് അർച്ചനയോട്. ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് അർച്ചന ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നു, ഒരു റീൽസ് കണ്ട് ഞാനൊന്ന് ചിരിച്ചു പോയി. അപ്പോൾ തന്നെ അച്ഛനെ എൻ്റെ വിവാഹം കഴിപ്പിക്കണമെന്ന്. എനിക്കിപ്പോൾ അതൊന്നും വേണ്ട. അച്ഛനെയും നന്ദേട്ടനൊക്കെ ഞാൻ നിന്റെ സ്വപ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇപ്പോൾ എന്തായാലും ഇവിടെ പിടിച്ച് കെട്ടിക്കണ്ട നന്ദേട്ടാ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു, അർച്ചന പറഞ്ഞുകൊണ്ട് തൽക്കാലം നീ രക്ഷപ്പെട്ടു കേട്ടോ, താങ്ക്സ് ഏട്ടത്തി എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ പോയി ഇരിക്കുകയാണ് സ്നേഹ. അച്ഛാ, നാളെ ഹോസ്പിറ്റലിലെ ചെക്കപ്പിന് പോകേണ്ട ദിവസമാണ്, മറക്കണ്ടെന്ന് അർച്ചന സേതുവിനോട് പറയുന്നു. എന്നിട്ട് അർച്ചന അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് അർച്ചനയ്ക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നത്. പെട്ടെന്ന് വാഷ് ബേസിനിൽ പോയി വൊമിറ്റ് ചെയ്യുകയാണ് അർച്ചന. എല്ലാവരും ടെൻഷനോടെ നോക്കുന്നു. സ്നേഹ വന്ന് അർച്ചനയുടെ മുതുകയ്ക്ക് തടകി കൊടുക്കുന്നുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. മീരയും അവിടേക്ക് വന്നു. ഇത് കണ്ടോണ്ട് അവന്തികയും അനഘയും വരുന്നു. സ്നേഹ അർച്ചനെ കൂട്ടിക്കൊണ്ടുപോയി സോഫയിലിരുത്തുന്നു. അർച്ചന, എന്ത് പറ്റി അർച്ചന, എന്ത് എടുത്തി എന്നൊക്കെ പറഞ്ഞ് സച്ചിയും ആതിരയും സന്ദീപും ഒക്കെ അവിടെ വന്നു. എന്ത് പറ്റിയതാന്ന് ചോദിക്കുന്നു. അറിയില്ല സച്ചി എന്ന് മീര. എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഒരു അസ്വസ്ഥത പോലെ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സേതു പറയുന്നു, സച്ചി നീ വേഗം അർച്ചനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ, ഞാനും കൂടി വരാടാ എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, ഹോസ്പിറ്റലിൽ എന്തിനാ പോകുന്നത്? അനഘട്ട് എല്ലാവരും ഒന്ന് സംശയത്തോടെ നോക്കുന്നു. അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ലേ? കൺഗ്രാറ്റ്സ് സച്ചിയേട്ടാ എന്നൊക്കെ അനഘ പറയുന്നു. നിങ്ങളെല്ലാവരും സംശയിച്ച് നോക്കണ്ട, അർച്ചന എടുത്ത് ഗർഭിണിയാണെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് അനഘ പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. തോന്നുന്നതല്ല, അങ്ങനെ തന്നെയാണ് എന്നും അനഘ പറയുന്നു. ഗർഭിണിയായതിൻ്റെ ആദ്യത്തെ ലക്ഷണമല്ലേ ഇത് എന്ന് അനഘ പറഞ്ഞപ്പോൾ സേതു പറയുന്നു, സച്ചി നീ ആദ്യം സന്ധ്യ വിളിച്ചിങ്ങോട്ട് വരാൻ പറ. പെട്ടെന്ന് സച്ചി സന്ധ്യ വിളിക്കുന്നു. ഓ ഈശ്വരൻ, എൻ്റെ പ്രാർത്ഥന കേട്ടെന്നാ തോന്നുന്നത് എന്ന് സേതു പറഞ്ഞപ്പോൾ ആകെ മുഖം മാറി നിൽക്കുകയാണ് അവന്തികയുടേത്. യഥാർത്ഥത്തിൽ അർച്ചന ഗർഭിണിയാകില്ല എന്ന് അവന്തിക വിചാരിച്ചു. അമ്മയാകാൻ പോകുന്ന എൻ്റെ പുന്നാര എടുത്തേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും എന്ന് സ്നേഹയും പറയുന്നു. അവന്തിക അനഘ അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ രണ്ടുപേരും മാറുന്ന സംസാരിക്കാണ്. എന്താ ചേച്ചി എന്ന് അനഘ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, നിനക്കെന്താ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കൊല്ലാൻ ഷേക്ക് അടിച്ച് കൊടുത്തിട്ട് അവൾ മരിച്ചതുമില്ല, ഒന്നും സംഭവിച്ചതുമില്ല.
അവൾ അതിനെ കുറച്ചെന്തോ എടുത്ത് കുടിച്ച് കാണാം, അതുകൊണ്ട് വോമിറ്റ് ചെയ്ത് പോയതായിരിക്കും. അവന്തിക പറയുന്നു അതിന് നീ അവള് ഗർഭിണിയാണെന്ന്. അത്രയും പറഞ്ഞപ്പോൾ സച്ചി അവിടേക്ക് വരുന്നു. സന്ധ്യ ഡോക്ടർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു എന്ന് സച്ചി അവരോട് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. ശേഷം അവന്തിക വീണ്ടും അനഘയോട് പറയുന്നു അതിന് നീ അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞ എന്തിനാ? അവള് ഗർഭിണിയാവില്ലെന്ന് നിനക്ക് അറിയില്ലേ? അനഘ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് വല്ലതും ചെയ്ത് നോക്കുമ്പോൾ വിഷാംശം വല്ലതും ദേഹത്തുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവിടെ തീരുമല്ല. എനിക്കപ്പോൾ പെട്ടെന്ന് തോന്നിയ ബുദ്ധിയാണ്. പക്ഷേ ഇവിടെയുള്ളവരുടെ ഇപ്പോഴത്തെ സന്തോഷം കാണുമ്പോൾ ആ പറഞ്ഞത് ഒരു അനുഗ്രഹമായ മട്ട. എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ടോ? ഞാനത് പറയാം. പക്ഷേ വർക്കൗട്ട് ചെയ്യേണ്ടത് ചേച്ചിയാണ്. അതിന് ആദ്യം സന്ധ്യ ഇവിടെ വരണം. വരട്ടെ എന്നൊക്കെ അനഘ പറയുന്നു. വളരെ സന്തോഷത്തോടെ സത്യം അറിയുന്നതിന് മുമ്പ് തന്നെ മീര അമ്മയ്ക്ക് ഫോൺ ചെയ്യുന്നു, കമലയ്ക്ക്. കമല ഫോൺ എടുത്തു. അമ്മേ, ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വിളിച്ചത്. നെല്ലിശ്ശേരി വീട്ടിൽ ഒരു വിശേഷം, അർച്ചനയുടെ വിശേഷം. ഒന്നും മനസ്സിലാകാതെ കമല നിൽക്കുന്നു. വീണ്ടും മീര പറയുന്നു അർച്ചനയ്ക്ക് വിശേഷമുള്ള മട്ടാണ്. സന്ധ്യ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. സന്ധ്യ ഡോക്ടർ വന്ന് ഒന്ന് ചെക്ക് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. ഇരട്ടി സന്തോഷത്തോടൊപ്പം കുറച്ച് പൈസയും കൂടി കരുതി വെച്ചോണം. നമ്മുടെ 2 കുട്ടികളും ഒരുമിച്ച് ഒരു വീട്ടിൽ ഗർഭിണിയായിരിക്കുകയാണ്. അമ്മ, ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞ് വിളിക്കാം. ഡോക്ടർ വരാൻ സമയമായി. നമ്മുടെ അർച്ചന ഗർഭിണിയാവുന്നത് ആണെന്ന് പറയുന്നത് എനിക്ക് നേരിട്ട് കേൾക്കണം. ഞാൻ വെക്കുവാണേ എന്ന് പറഞ്ഞ് മീര ഫോൺ വെച്ചു. ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് കമല. എന്താ കമല എന്ന് മാഷ് കമലയോട് ചോദിക്കുന്നു. കമല അപ്പോഴും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്താ കമല എന്ന് വീണ്ടും മാഷ് ചോദിച്ചപ്പോൾ കമല പറയുന്നു മീര ഇപ്പോൾ വിളിച്ചിരുന്നു എന്ന്. അവിടെ എന്താ വിശേഷം എന്ന് മാഷ് ചോദിച്ചപ്പോൾ കമല പറയുന്നു ഒരു വിശേഷം പറയാനാ അവള് വിളിച്ചത്. അച്ചുമോൾക്ക് വിശേഷമായോ എന്നൊരു സംശയം എന്ന് കമല പറഞ്ഞപ്പോൾ പെട്ടെന്നൊന്ന് ഞെട്ടുകയാണ് മാഷ്. സന്ധ്യ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരുമെന്ന്. അതെങ്ങനെയാ കമലെ? കാര്യങ്ങളെല്ലാം സന്ധ്യ ഡോക്ടറിനും അറിയാവുന്നതല്ലേ എന്ന് മാഷ് പറഞ്ഞപ്പോൾ കമല പറയുന്നു പറയാൻ പറ്റില്ലല്ലോ മാഷേ, ചിലപ്പോൾ ഉള്ളതാണെങ്കിലോ? നെല്ലിശ്ശേരിയിലുള്ളവരും ബാക്കിയുള്ളവരും സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ പറയുന്നത് എന്തിനാ കമലെ എന്ന് മാഷ് പറഞ്ഞപ്പോൾ കമല പറയുന്നു ഗുളികയ്ക്കും മരുന്നിനും സാധിക്കാത്ത കാര്യം ഈശ്വരനെ ചിലപ്പോൾ സാധിച്ചെങ്കിലോ മാഷേ? ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടെങ്കിലോ? ഇത് കേട്ട് വളരെ സന്തോഷത്തോടെ മാഷും നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അർച്ചന ഗർഭിണിയാണെന്ന് വിളിച്ച് പറയുമ്പോൾ സന്ധ്യ ഡോക്ടർ ചെല്ലാന്ന് പറയുമോ? ഇതെനിക്ക് തോന്നുന്നത് അച്ചുമോക്ക് നിഷേധിക്കപ്പെട്ട ആ ഭാഗ്യം ഈശ്വരൻ അവൾക്ക് കൊടുത്തു എന്ന് തന്നെയാണ് മാഷേ. ഇത് വളരെ സന്തോഷത്തോടെയാണ് കമല മാഷിനോട് പറയുന്നത്. ഇത് കേട്ട് മാഷി പറയുന്നു എൻ്റെ പേടി അതല്ല കമലെ. ഇനി നീ പറയുന്ന പോലെ അല്ലെങ്കിൽ പിന്നെ ആ സത്യം എല്ലാവരും അറിയും. അവിടെ സന്ധ്യ ഡോക്ടർക്ക് അത് പറയേണ്ടി വരും. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവനിക ഉറപ്പായിട്ടും നമ്മളെ കൈയൊഴിയും. നമ്മളവരെ ചതിച്ചു എന്നേ അവർക്ക് തോന്നും. സേതു ഈ വാർത്ത അറിയുമ്പോൾ നമ്മളെ മോളെ വീണ്ടും അവരെ അകറ്റി നിർത്തുമെന്നൊക്കെ വളരെ സങ്കടത്തോടെ മാഷി പറയുന്നു. പ്രസവിക്കാത്ത കാര്യം മറച്ചു വെച്ച് സച്ചിയെ കൊണ്ട് അച്ചുമോളെ വിവാഹം കഴിപ്പിച്ചതിന് നമ്മുടെ മോൻ ഉൾപ്പെടെ എല്ലാവരും നമ്മളെ ശപിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ അവരെ ചതിക്കായിരുന്നോ കമലെ? അവൻ്റെയൊക്കെ പറഞ്ഞോളാമെന്ന് ഏറ്റെങ്കിലും നമ്മളും കൂടി സച്ചിയോട് ആ വിവരം ശരിക്കും പറയേണ്ടതായിരുന്നു. സച്ചി ഇത് അറിയുന്ന നിമിഷം മുതൽ നമ്മൾ മോളെ വെറുതെ തുടങ്ങുമായിരിക്കുമെന്നൊക്കെ സങ്കടത്തോടെ പറയുകയാണ് മാഷ്. ഇത് കേട്ട് കമലയും ആകെ തകർന്നു നിൽക്കുന്നു. എല്ലാത്തിനും കാരണക്കാരൻ നമ്മൾ തന്നെയാണെന്നും മാഷ് പറഞ്ഞപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് കമല നിൽക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാഷേ, ഉണ്ടാവില്ല. ഇതൊക്കെ ചിലപ്പോൾ നല്ലതിനായാലും മതിയല്ലോ. എന്തായാലും രണ്ടിലൊന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ അറിയാലോ. ഒന്നുകിൽ എന്തു വന്നാലും സഹിക്കാം എന്നുള്ള ആ ദിവസം ഇന്നായിരിക്കും. അല്ലെങ്കിൽ അച്ചുവിൻ്റെ ജീവിതത്തിൽ മറ്റെന്തോ ഈശ്വരൻ കണ്ടുവച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കമല കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. എന്ത് ചെയ്യണം എന്നറിയാതെ മാഷും വളരെ സങ്കടത്തോടെ അവിടെ ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്ന നെല്ലിശ്ശേരിയിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. സച്ചിയോട് സേതു പറയുന്നു സച്ചി നീ ഒന്നുകൂടി വിളിച്ച് സന്ധ്യ എവിടെ എത്തിയെന്നൊന്ന് ചോദിക്കേ. ഇപ്പോൾ വിളിച്ചു വെച്ചല്ലേ ഉള്ളൂ അച്ഛാ, എത്താറായിട്ടുണ്ടാവുമെന്ന് നന്ദനും പറയുന്നു. അവിടെ വലിയൊരു ബഹളം കാണാൻ കാത്തിരിക്കുകയാണ് അവന്തികയും അനഘയും. അച്ഛൻ ടെൻഷനാകാതെ എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ സേതു പറയുന്നു ടെൻഷൻ ആയതല്ല, സന്ധ്യ വന്നിട്ട് ഇതൊന്ന് തീർച്ചപ്പെടുത്തണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ ചെറിയൊരു ടെൻഷൻ അല്ലേ അച്ഛാ എന്ന് സന്തോഷത്തോടെ സ്നേഹ പറയുന്നു. ഓ അവളുടെ കോമഡി ചിരിയൊക്കെ ഇപ്പം മാറിക്കോളൂ എന്നൊക്കെ അനഘ വിചാരിക്കുകയാണ് മനസ്സിൽ. അപ്പോഴാണ് ഡോക്ടർ സന്ധ്യ അവിടേക്ക് വരുന്നത്. ഏട്ടാ ദേ ഡോക്ടർ വന്നു എന്ന് സന്ദീപ്. എന്താ അച്ഛാ, ആർക്കോ വൈകുന്ന സച്ചി വിളിച്ചു പറഞ്ഞല്ലോ എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ സേതു പറയുന്നു അങ്ങനെയാണോ അവൻ പറഞ്ഞത്? ഇവിടെ ആർക്കും അസുഖമില്ല, നീ ആദ്യം സമാധാനപ്പെട്. കുറച്ചു മുന്നേ അർച്ചനെ ഒന്ന് വൊമിറ്റ് ചെയ്തു, അപ്പോൾ ഞാനടക്കം എല്ലാവർക്കും ഒരു സംശയം, അതാ നിന്നോട് വരാൻ പറഞ്ഞതെന്ന് സേതു. സംശയോ? എന്ത് സംശയം എന്ന് സന്ധ്യ. ഇത് കേട്ട് നന്ദൻ പറയുന്നു സന്ധ്യ മറ്റൊന്നും അല്ല, അർച്ചനയ്ക്ക് വിശേഷമുണ്ടോ ഒന്ന് ഒരു സംശയം, അതൊന്ന് കൺഫേം ചെയ്യണമെന്ന് നന്ദൻ പറഞ്ഞതും ടെൻഷനോടെ നിൽക്കുകയാണ് സന്ധ്യ. ബാക്കിയുള്ള എല്ലാവരും സന്തോഷത്തിലാണ്. സന്ധ്യ അവന്തികയെ നോക്കുന്നു. അവന്തിക ഇച്ചിരി അഹങ്കാരത്തോടെയൊക്കെയാണ് നോക്കുന്നത് സന്ധ്യയെ.
ആദ്യം ഞങ്ങളാകെ ഭയന്ന് പോയി. അനഘ പറഞ്ഞപ്പോഴാ സന്ധ്യ വിളിക്കാമെന്ന് വിചാരിച്ചത്. നീ ഒന്ന് പരിശോധിക്കേ, എന്നിട്ട് ആ സന്തോഷ വാർത്ത നീ തന്നെ ഞങ്ങളോട് പറയേ. എന്നെ സേതു പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, സന്ധ്യക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ സച്ചിക്കും അർച്ചനയ്ക്കും ഒരു കുഞ്ഞു വേണം എന്നുള്ളത് അവരെ പോലെ തന്നെ ഇവിടെ എല്ലാവരുടെയും ആഗ്രഹമാണെന്ന്, ഒരു കുടുംബം മൊത്തത്തിൽ കാത്തിരുന്ന ദിവസമായെന്ന്. ഇത് കേട്ട് നന്ദൻ പറയുന്നു, കൂടുതൽ ഉപയോഗമില്ലാത്ത കാര്യങ്ങളാ സാധാരണ എൻ്റെ ഭാര്യ പറയുന്നത്. എങ്കിലും ഇപ്പോൾ പറഞ്ഞത് അംഗീകരിക്കേണ്ടത് തന്നെയാ. ഇനി നിന്ന് സമയം കളയണ്ട, ചെല്ലുമോളെ എന്ന് സന്ധ്യയോട് പറയുകയാണ് സേതു. സന്ധ്യ അർച്ചനയെ കൂട്ടി പോകുന്നു. സന്തോഷത്തിലാണ് അർച്ചനയും പോകുന്നത്. മുറിയിലെത്തിയ ശേഷം അർച്ചന സന്ധ്യയോട് പറയുന്നു, അതും സന്തോഷത്തോടെ പറയാണ്, ഞാൻ ഗർഭിണിയാണെന്ന് സംശയമുള്ളപ്പോൾ തന്നെ എല്ലാവരുടെയും സന്തോഷം കണ്ടില്ലേ ഡോക്ടറെ. സച്ചിയേട്ടൻ്റെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ് അവരുടെ എല്ലാവരുടെയും മുഖത്ത് കണ്ട ആ സന്തോഷം. അതിൻ്റെ കടമ കൂടിയായതുകൊണ്ട് എത്രയും വേഗം എല്ലാവരുടെയും എൻ്റെ സച്ചിയേട്ടൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം. എൻ്റെ കൈ നോക്കി ഞങ്ങൾക്ക് ഇരട്ട കുട്ടികളാണെന്ന് പറഞ്ഞതോടെ സച്ചിയേട്ടൻ കാത്തിരിക്കുന്ന മുഹൂർത്തമാണത്. അതിനേക്കാൾ ഞാനും. ഇത് കേട്ട് സന്ധ്യ ടെൻഷനാകുന്നു. ഈ സമയം താഴെ സന്ദീപ് സച്ചിയോട് പറയുന്നു, ടെൻഷനൊന്നും വേണ്ട ഏട്ടാ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരിക്കും കാര്യം. ഇന്ന് ഏട്ടൻ ഓഫീസിലേക്ക് പോകണ്ട, ഇത് നമുക്ക് ഒരു ആഘോഷമാക്കി മാറ്റിക്കളയാം. ശേഷം ഡോക്ടർ സന്ധ്യ അർച്ചനയെ പരിശോധിച്ചിട്ട് പുറത്തേക്ക് വരുന്നു. എന്താ മോളെ, അർച്ചന ഗർഭിണി തന്നെയല്ലേ എന്ന് സേതു ചോദിക്കുന്നു. അതെ, പ്രഗ്നൻസിയുടെ സൂചന അല്ലായിരുന്നു അച്ഛാ. അർച്ചന പ്രഗ്നന്റ് അല്ല എന്ന് സന്ധ്യ എല്ലാവരോടും പറയുമ്പോൾ സങ്കടത്തോടെ എല്ലാവരും നിൽക്കുന്നു. ഇതേസമയം അർച്ചനയും മുറിയിൽ വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.